ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സെറി വ്ലോഗ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു DIY ക്രിസ്മസ് ട്രീ ആണ്. ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് അങ്ങനെ വലിയ ആവശ്യമില്ലാത്തൊരു പേപ്പറാണ്. ന്യൂസ് പേപ്പറോ എന്ത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സും ഓഫേഴ്സൊക്കെ വരുന്ന ഒരു പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാര്യം അപ്പം 2 ഷീറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ 2 ഷീറ്റ് എടുത്ത് ഒന്നെങ്കിൽ പേപ്പറാണ് എടുക്കണമെങ്കിൽ ഒട്ടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ അതെടുത്തിട്ട് ഒരു കുമ്പിളുണ്ടാക്കണം. നമ്മുടെ ഈ കപ്പലിൻ്റെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ കുമ്പിളില്ലേ, അതേപോലത്തെ ഒരു കുമ്പിളുണ്ടാക്കണം. അപ്പോൾ അത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ഉണ്ടാക്കി തന്നെ അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ അതെടുത്തിട്ട് കുമ്പിൾ പോലെ ഉണ്ടാക്കിയിട്ട് അത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെന്നില്ല, കാര്യം പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഫെവി സ്റ്റിക്ക് അത്ര നല്ല ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം നിങ്ങൾക്ക് ഇതേപോലെ വല്ല വൈറ്റ് ഗ്ലൂവോ ഫെവിക്കോളോ എന്ത് വേണേലും എടുക്കാം. അപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അത് വേഗം ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് താഴത്ത് നമുക്ക് വെക്കാൻ പാകത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനൊന്ന് നമ്മൾ താഴത്ത് ഒരു ഷേപ്പിൽ, ഓരോ ഷേപ്പിൽ നമുക്ക് താഴത്ത് വെക്കാൻ പാകത്തിനൊന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ അതൊന്നെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ട് അങ്ങ് വെട്ടിക്കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ വെട്ടുന്ന പോലെ ഒരു ഷേപ്പിലെടുത്തിട്ട് അങ്ങോട്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതാകുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് കഷ്ടപ്പെടേണ്ട, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കോണിനെ എന്നിട്ട് ഈ ക്രിസ്മസ് ഗാർലൻഡ് കൊണ്ട് നമുക്കൊന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ലേ ക്രിസ്മസ് ഗാർലൻഡ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. വല്ലോ 10-15 രൂപയൊക്കെ കാണത്തുള്ളായിരിക്കും ഇതിന്, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഇവിടെയാണെങ്കിൽ ഒരു 3 ദിർഹംസ് തൊട്ട് 5 ദിർഹംസ് വരെ ഉള്ളത് കിട്ടും. അപ്പോൾ ഇത് കൊണ്ടിട്ട് നമുക്കിനി ഈ കോണിനൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇനി ഇവിടെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രീൻ കളറിലെ ക്രിസ്മസ് ഗാർലൻഡാണ്. അതൊരു ട്രീയുടെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ട്രഡീഷണൽ കളർ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ ഇത്തിരി കളർഫുൾ ആക്കണമെങ്കിൽ പല കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അതിലൊന്നൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് താഴത്തും അതേപോലെ തന്നെ മേളിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലേക്ക് നമുക്കൊന്ന് ഇത്തിരി ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് പക്ഷേ ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഞാൻ പക്ഷേ ഇവിടെ മേളിലും അതേപോലെ തന്നെ താഴത്തെ എൻഡിലും മാത്രമാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ഇനി ഇതിൻ്റെ എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഒരു ബാക്കിയുള്ള ഗാർലൻഡ് നമുക്ക് അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് ഗ്ലൂ തന്നെയാണ്. അത് അത്യാവശ്യം നന്നായിട്ട് ഒട്ടുക തന്നെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഇനി സ്പേസിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവിടേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പേപ്പറിലാണ് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് കുറച്ച് കട്ടി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെറിയ ബോൾസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കുറച്ചും കൂടെ വലിയ ബോൾസ് കിട്ടുമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വലിയ സൈസ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് വേണ്ടി ആ പരുവത്തിലുള്ള ബോൾസ് എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന ഒരു ഗാർലൻഡിൽ നിന്ന് കുറച്ച് ബോൾസ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുവാണ്. എന്നിട്ട് ഈ ബോൾസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഈ ഗാർലൻഡിൻ്റെ മെറ്റീരിയൽ ഒരു സിൽക്കി മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബോൾസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒരു കൊച്ചു സ്റ്റാറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് മേളിലൊരു സ്റ്റാറും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ പോലെ ആകും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം താഴെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, മേ ഗോഡ് ബ്ലെസ് യു ആൾ.